പ്രിയ സുഹൃത്തുക്കളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും മതസംഘടനയുടെ ഭാഗം ചേർന്നുകൊണ്ടല്ല. എൻ്റെ അന്വേഷണത്തിലൂടെ എനിക്ക് ബോധ്യം വന്ന വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഈ വിഷയത്തിൽ ഞാൻ പറയുന്നതാണ് പൂർണ്ണമായും ശരി എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. എനിക്ക് ശരി എന്ന് ബോധ്യപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. ഒരു കൂട്ടം വിധികളും ഒരു കൂട്ടം വിലക്കുകളും അടങ്ങിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അവ പാലിച്ചു ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, പ്രവാചകൻ നിങ്ങളെ തടഞ്ഞതിനെ തൊട്ട് നിങ്ങൾ അകന്നു നിൽക്കുക. അതായത് പ്രവാചകനിലൂടെ ലഭ്യമായ വിധിവിലക്കുകൾ മാനിച്ചും പാലിച്ചും മാത്രം നിങ്ങൾ ജീവിക്കുക. ഇത് വ്യക്തമാക്കുന്നത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് കൂലിയോ ശിക്ഷയോ ഉള്ളവ മാത്രമാണ് ഇസ്ലാമിൻ്റെ ഭാഗമാകുന്നത്. പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് കൂലിയോ ശിക്ഷയോ ഇല്ലാത്തവ ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന യാഥാർത്ഥ്യമാണ്. ഉദാഹരണം, നാം കഴിക്കുന്ന ഭക്ഷണം അനുവദിക്കപ്പെട്ടതായിരിക്കണം എന്നത് ഇസ്ലാമിൻ്റെ വിധിയാണ്. എന്നാൽ അനുവദിക്കപ്പെട്ട ഭക്ഷണങ്ങളിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഏതും തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുത്താലും അതിനു പ്രത്യേക കൂലിയോ ശിക്ഷയോ ഇല്ല. നബിദിനാഘോഷത്തിൻ്റെ കാര്യവും ഇതുപോലെയാണ്. നബിദിനം ആഘോഷിക്കണമെന്നോ ആഘോഷിക്കരുതെന്നോ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുമാകാം. ഇത് അനുവദനീയമായ കാര്യങ്ങളുടെ ഗണത്തിലാണ് പെടുന്നത്. നബിദിനം ആഘോഷിക്കൽ പ്രതിഫലാർഹമായ കാര്യമാണെന്ന് പറയുന്നതും ശിക്ഷാർഹമായ കാര്യമാണെന്ന് പറയുന്നതും ഒരുപോലെയാണ്. ആദ്യത്തേത് ഇസ്ലാമിലൊരു വിധി ഉൾപ്പെടുത്തലാണെങ്കിൽ രണ്ടാമത്തേത് ഇസ്ലാമിലൊരു വിലക്ക് കൂട്ടിച്ചേർക്കലാണ്. അതിനാൽ രണ്ടും വിധേയത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുന്നു. പ്രവാചകൻ പറയുന്നു, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം ഉൾപ്പെടുത്തിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ നബിദിനം ആഘോഷിക്കൽ അനുവദനീയമായ കാര്യമാണെന്ന വിശ്വാസത്തോടെ അത് ആഘോഷിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രതിഫലാർഹമെന്ന് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത്തരം കാര്യങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. പ്രവാചകനെയും ഇസ്ലാമിനെയും കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സഹായകമായ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുക, ലഘുലേഖകൾ വിതരണം ചെയ്യുക, ഉത്ബോധന ക്ലാസുകൾ സംഘടിപ്പിക്കുക, അന്നദാനം ചെയ്യുക എന്നിവ ഉദാഹരണം. ഒരു ഉപമയിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ ദീർഘദൂരത്തേക്ക് ഒരു ബസ് യാത്ര സംഘടിപ്പിക്കുന്നു. ലക്ഷ്യത്തിലെത്താൻ ധാരാളം സമയമെടുക്കും. ഉടനെ അയാൾ തീരുമാനിച്ചു യാത്രയിൽ ലഭിക്കുന്ന ഒഴിവു സമയം ദിക്റുകൾ ചൊല്ലിയും ഖുർആൻ പാരായണം നടത്തിയും ഫലപ്രദമാക്കാം. അങ്ങനെ അയാൾ തീരുമാനം നടപ്പിലാക്കി. സംശയമില്ല, അയാൾ ധാരാളം പ്രതിഫലത്തിനു ഉടമയായി. ഇനി ചിന്തിക്കുക, ഒരു ബസ് യാത്ര ധാരാളം പ്രതിഫലം കരസ്ഥമാക്കാൻ അവസരമൊരുക്കുന്നു എന്ന് വെച്ച് ആ ബസ് യാത്ര പുണ്യകർമ്മമാണെന്ന് പറയാനൊക്കുമോ? ഇല്ല, അനുവദനീയമായ ഒരു കാര്യം എന്നേ പറയാനാകും. നബിദിനാഘോഷത്തിൻ്റെ കാര്യവും ഇതുതന്നെ. ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം നബിദിനാഘോഷം നൽകുന്നു എന്നത് അതിനെ അനുവദനീയമായ കാര്യം എന്നതിൽ നിന്ന് പുണ്യകർമ്മം എന്നതിലേക്ക് ഉയർത്തുന്നില്ല. ചുരുക്കത്തിൽ നബിദിനം ആഘോഷിക്കൽ അനുവദനീയമാണ്. അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രതിഫലാർഹം എന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പുണ്യകർമ്മങ്ങളാണ്. അവയ്ക്ക് അവയുടേതായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും. അള്ളാഹു അഅലം ബിസ്സവാബ്.